കളമശ്ശേരി ഇലക്ട്രോണിക് സിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ മണ്ണിടിഞ്ഞ് 4 അതിഥി തൊഴിലാളികൾ മരിച്ചു. ബംഗാൾ സ്വദേശികളായ ഫൈജുൽ, കുഡൂസ്, നൌജേഷ്, നൂറാമിൻ എന്നിവരാണ് മരിച്ചത്. 7 അതിഥി തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേരെ പരിക്കുകളോടെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. 6:30യോടെ രക്ഷാപ്രവർത്തനം പൂർത്തിയായി. നമ്മൾ നിലവിലുള്ള ഈ വർക്ക് എടുത്തിരിക്കുന്ന കോൺട്രാക്ടറുടെ നിഗമനത്തിലും കണക്കെടുത്തതിലും പ്രകാരം ഇതിനകത്തുണ്ടായിരുന്ന 4 പേരെ നമ്മൾ ബോഡി ആയിട്ട് റിക്കവർ ചെയ്തിട്ടുണ്ട്. 3 പേരെ പരിക്ക് പറ്റിയതായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്ക് പ്രകാരം ഇപ്പോൾ എല്ലാവരെയും നമ്മൾ എടുത്തിട്ടുള്ളതായിട്ടാണ് തന്നെയാണ് കരുതുന്നത്. 7 പേര് 6 പേരിൽ 4 പേരെ നമ്മൾ ബോഡി ആയിട്ട് തന്നെ റിക്കവർ ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 3 പേരെ നമ്മൾ ജീവനോടെ തന്നെ എടുത്ത് പുറത്തെടുത്തിട്ടുണ്ട്. മണ്ണുമാന്തി ഉപയോഗിച്ച് മണ്ണ് മാറ്റുമ്പോൾ തന്നെ തൊഴിലാളികൾ തൊട്ടടുത്ത് ജോലി ചെയ്തതാണ് ദുരന്ത കാരണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അപകടം നടന്ന സ്ഥലത്തുനിന്ന് സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, അപകടവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ. ധന്യ, രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവസാനമായി കണ്ടെത്താനുള്ള ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് 6 മണിക്കൂറിലേറെ നീണ്ടുനിന്നത്. എന്നാൽ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇദ്ദേഹം തൊഴിലാളികൾ താമസിക്കുന്നയിടത്ത് വായ്പാറോടി ഇരിക്കുന്ന ഒരു കാര്യമാണ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ സംഭവ സ്ഥലത്തെത്തിച്ച് പൂർണ്ണമായും ആളുകളെ രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേരാണ് മരണമടഞ്ഞത്. 3 പേർ രക്ഷപ്പെട്ടു. ഇതിൽ ഒരാളുടെ പരിക്ക് മാത്രമാണ് കാര്യമായുള്ളത്. മറ്റ് 2 പേർ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ 25 അടി താഴ്ചയുള്ള കുഴിക്കുള്ളിൽ ഈ തൊഴിലാളികൾ നിൽക്കുകയായിരുന്നു. ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ മണ്ണുമാന്തി യന്ത്രത്തിന്റെ വൈബ്രേഷൻ മൂലം ഈ മണ്ണ് ഇടിഞ്ഞ് കുഴിക്കുള്ളിലേക്ക് വീഴുമ്പോൾ ഈ കുഴിക്കുള്ളിൽ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികൾ രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇവരുടെ ശരീരത്തിന് പുറത്തേക്കാണ് മണ്ണ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികൾ നിലവിളിച്ച് മറ്റു തൊഴിലാളികളെ കൂട്ടിയാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ആദ്യം 2 പേരെ രക്ഷപ്പെടുത്തിയത്. മറ്റു 4 പേരെ മണ്ണടിയിൽ നിന്നും രക്ഷപ്പെടുത്തുമ്പോഴേക്കും അവരുടെ മരണം സംഭവിച്ചിരുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. അന്വേഷണം ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി. ധന്യ. ശരി, നന്ദി സനോജ്. ശക്തമായ കാറ്റിലും മഴയിലും ഇടുക്കിയിൽ വ്യാപക കൃഷിനാശം. കഞ്ഞിക്കുഴി പുന്നയാറിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. മരം കടപുഴകി വീണ് ഇലവുങ്കൽ മനോജിന്റെ വീട് തകർന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായ വേനൽ മഴ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കനത്ത നാശമാണ് വരുത്തിയത്. പുന്നയാറിൽ ശക്തമായ മഴയിലും കാറ്റിലും കാർഷിക വിളകൾക്ക് വ്യാപക നാശമുണ്ടായി. കാറ്റിൽ മരം കടപുഴകി വീണ് കീഴങ്ങാനം ഇലവുങ്കൽ മനോജിന്റെ വീട് തകർന്നു. കശുമാവും കമുകും വീണ് വീടിന്റെ മേൽക്കൂര നിലം പതിച്ചു. കിടപ്പുമുറിയും ശുചിമുറിയും ഉൾപ്പെടെ തകർന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ വലിയ അപകടം ഒഴിവായി. 1 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇന്നലെ വൈകുന്നേരത്തെ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ പൊക്കത്തോട്ടും മരം മറിഞ്ഞു വീണ് ഭയങ്കരമായിട്ട് നാശനഷ്ടമുണ്ടായി. കർഷകരുടെ ജാതി, ഗ്രാമ്പു, റബ്ബർ, കശുമാവ്, കുരുമുളക് തോട്ടങ്ങളിലും വ്യാപക നാശമുണ്ടായി. നാശനഷ്ടമുണ്ടായ പ്രദേശത്ത് കഞ്ഞിക്കുഴി കൃഷിഭവൻ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് മെമ്പറും സന്ദർശിച്ചു. പുന്നയാർ മേഖല മൊത്തത്തിലും പ്രത്യേകിച്ച് 12ാം വാർഡിലും വ്യാപകമായ കൃഷിനാശം ഉണ്ടായിരിക്കുകയാണ്. കശുമാവ്, ജാതി, റബ്ബർ, ഗ്രാമ്പു എന്ന് വേണ്ട ഫലവൃക്ഷങ്ങൾ മൊത്തം കാറ്റടിച്ച് മറിഞ്ഞിരിക്കുക. അടിയന്തര സഹായം ഉറപ്പാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. വടകരയ്ക്കടുത്ത് വളയത്ത് അജ്ഞാത ജീവിയെ കണ്ടതായി നാട്ടുകാർ. വളയം പഞ്ചായത്തിലെ ഏലത്തോടാണ് പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടത്. വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് പശുവിനെ അജ്ഞാത ജീവി കടിച്ചു കൊന്നിരുന്നു. വനംവകുപ്പ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പുലിയെ കണ്ടെന്ന് പറയുന്ന വീട്ടമ്മയിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു.
പാലക്കാട് ധോണി മേഖലയെ വിറപ്പിച്ച പുലി കുടുങ്ങി. ധോണി സ്വദേശി ടി.ജി. മാണിയുടെ വീട്ടിന് സമീപം സ്ഥാപിച്ച കൂട്ടിലാണ് പുലർച്ചെ പുലി കുടുങ്ങിയത്. പുലിയെ സമീപത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നീക്കുന്നതിനിടെ പുതുപ്പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന് പരിക്കേറ്റു. പുലിയെ പറമ്പിക്കുളം വനത്തിൽ തുറന്നുവിടുമെന്ന് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. മൂന്നാം തവണയും കോഴിയെ പിടിക്കാൻ ധോണി സ്വദേശി ടി.ജി. മാണിയുടെ വീടിന് പുറകുവശമെത്തിയ പുലി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടതോടെ ആശ്വാസത്തിലായത് ഏറെ നാളായി ഭീതിയിൽ കഴിഞ്ഞ നാട്ടുകാരാണ്. പുലർച്ചെ 3:30 പുലി കുടുങ്ങിയ വിവരം ടി.ജി. മാണിയുടെ ഭാര്യ ലിജി ജോസഫ് വനം വകുപ്പിനെയും നാട്ടുകാരെയും അറിയിച്ചു. പുലർച്ചെ തന്നെ പുലിയെ ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റി. പുലിയെ മാറ്റുന്നതിനിടെ പുലിയുടെ മാന്തലേറ്റ് പുതുപ്പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന്റെ വിരലിന് ഗുരുതര മുറിവേറ്റു. ഇദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇപ്പോൾ ഇവിടെ 2 പ്രാവശ്യം അടുപ്പിച്ചാണ് വന്നത്. ഇപ്പോൾ 3ാമത്തെ ദിവസമാണ് വന്നത്. അപ്പോൾ അവരിവിടെയാണ് കൂട് വെച്ചിരുന്നത്. അപ്പോൾ കൂട്ടിലൊരു കോഴീനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുലി വന്ന് വെളുപ്പിന് ഒരു 3:20 ആയിട്ടില്ല, അതിന് മുന്നേ വന്ന് പെട്ടു. സമാധാനമായി മേനെ. ഇപ്പം അത്രയും നമുക്ക് പറയാനുള്ളൂ. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് എൻ്റെ മുറ്റത്ത് വന്ന് വീണ് ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾക്ക്. ഇന്നലെ പിന്നെ എന്തായാലും പറഞ്ഞ ആ കുട്ടി എല്ലാവരെയും വിളിച്ചറിയിച്ച് അതിനെ പിടിച്ചു. ഞങ്ങൾക്ക് അത് മതി, അത്ര അവസ്ഥയുള്ളൂ. കഴിഞ്ഞ 2 മാസത്തോളമായി ധോണി മേഖലയിൽ ഇറങ്ങിയ പുലി നിരവധി വളർത്തുമൃഗങ്ങളെയാണ് ആക്രമിച്ചത്. ടി.ജി. മാണിയുടെ വീട്ടിൽ നിന്നും 2 തവണയാണ് പുലി കോഴിയെ പിടികൂടിയത്. പുലിയുടെ ആരോഗ്യനില പരിശോധിച്ച ശേഷം പറമ്പിക്കുളം വനത്തിൽ തുറന്നുവിടുമെന്ന് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ 2 മാസത്തോളമായി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ധോണി നിവാസികൾക്ക്. പുലിയെ പിടികൂടിയതോടെ ഭീതിയൊഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. കോതമംഗലം നേര്യമംഗലത്ത് വന്യമൃഗശല്യത്തിനെതിരെ കർഷക രക്ഷായാത്ര സംഘടിപ്പിച്ചു. UDF കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രക്ഷായാത്ര UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്ത് വന്യജീവി ശല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വനം വകുപ്പോ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോ ഒരു നടപടിയും കൈക്കൊള്ളാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധ യാത്ര സംഘടിപ്പിച്ചത്. നീണ്ടപാറ, കുട്ടമ്പുഴ, വടാട്ടുപാറ പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന ജാഥ നാളെ കോട്ടപ്പടിയിൽ സമാപിക്കും. മംഗളൂരുവിൽ പൊതുനിരത്തിൽ ബൈക്കിൽ അപകടകരമാം വിധം അഭ്യാസ പ്രകടനം നടത്തിയതിന് മലയാളികൾ ഉൾപ്പെടെ 8 യുവാക്കൾ അറസ്റ്റിൽ. അഭ്യാസ പ്രകടനത്തിന്റെ വീഡിയോ യുവാക്കൾ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം വഴി പ്രചരിപ്പിച്ചത്. അതിനെ തുടർന്നാണ് ട്രാഫിക് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത്. ഒരു ബൈക്കിൽ 3 പേർ. ഓടിക്കുന്നയാൾ ഹെൽമറ്റ് വെച്ചതായി കാണാം. എന്നാൽ പുറകിലിരിക്കുന്ന 2 പേർ എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാമെന്ന നിലയിലാണ്. അടുത്ത വീഡിയോയിൽ ബൈക്ക് അതിവേഗത്തിൽ പോകുന്നതും വലിയ വാഹനങ്ങളുടെയോ വഴിയാത്രക്കാരുടെയോ തൊട്ടു മുൻപിലെത്തുമ്പോൾ വെട്ടിച്ചു മാറ്റുന്നതും കാണാം. മംഗളൂരു സിറ്റി ട്രാഫിക് പോലീസ് സംഭവത്തിൽ 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മലയാളികളടക്കം 8 പേരെയാണ് പിടികൂടിയത്. മാർച്ച് 1 മുതലുള്ള ദൃശ്യങ്ങളാണ് സംഘം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ കമന്റുകൾ ഇടുന്നുണ്ട്. മംഗളൂരു നഗരപരിധിയിൽ നിന്നായി കൂടുതൽ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെയും നടപടിയുണ്ടാകും. ന്യൂസ് 18 കാസർഗോഡ്. നിലമ്പൂരിൽ ആദിവാസി കോളനിയിൽ 1ലേറെ ഗർഭസ്ഥ ശിശുമരണങ്ങൾ. മൂത്തേടം ഉച്ചക്കുളം കോളനിയിലെ ഋതിന്റെ ഭാര്യ രജിതയുടെ 4 മാസം പ്രായമുള്ള ഗർഭം അലസിയപ്പോൾ ചുങ്കത്തര കൈപ്പിനിയിലെ ചേതൻ രാജ്മോന്റെ ഭാര്യ അർച്ചന 7 മാസം പ്രായമുള്ള കുഞ്ഞിന് ജന്മം നൽകിയെങ്കിലും ആ കുഞ്ഞും മരിച്ചു. അർച്ചന ജില്ലാ ആശുപത്രിയിൽ ലേബർ റൂമിൽ നിരീക്ഷണത്തിലാണ്. 2 മരണങ്ങളിലും അസ്വാഭാവികതയില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഇടുക്കി ഉപ്പുതോട് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. 42 ലക്ഷം രൂപ ചെലവിട്ടാണ് ഉപ്പുതോട് വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസായി ഉയർത്തിക്കൊണ്ട് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ ഭരണകക്ഷിയിലെ തന്നെ CPI-CPM കക്ഷികൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ഇപ്പോൾ തടസ്സമായിരിക്കുകയാണ്. ശക്തമായ ഒരു കാറ്റിലോ മഴയിലോ ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് നിലവിലുള്ള ഉപ്പുതോട് വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്.
വർഷങ്ങളായി ഈ സ്ഥിതി തുടരുമ്പോഴും പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കാൻ ഇനിയും അധികൃതർ തയ്യാറായിട്ടില്ല. നാട്ടുകാരിൽ ചിലരും ഉപ്പുതോട് സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നുമായി 7 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയാണ് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 42 ലക്ഷം രൂപ അനുവദിച്ച് റവന്യൂ വകുപ്പ് തന്നെ ഉപ്പുതോട് സ്മാർട്ട് വില്ലേജ് ഓഫീസിനുള്ള കെട്ടിടവും നിർമ്മിച്ചു. എന്നാൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കാൻ ഇനിയും അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഉപ്പുതോട് വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനം ജനുവരി 26-ന് നടത്തുമെന്ന് ആദ്യം ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരും അറിയിച്ചുവെങ്കിലും പിന്നീട് സാങ്കേതിക കാരണങ്ങളാണ് എന്ന് പറഞ്ഞ് മാർച്ച് 4-ലേക്ക് മാറ്റിവെച്ചു. ഭരണകക്ഷിയിലെ പടലപ്പിണക്കങ്ങളുടെ പേരിലാണ് ഈ ഉദ്ഘാടനം മാറ്റിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. ജനുവരി 26-നും പിന്നീട് മാർച്ച് 4-നും 2 തവണ ഉദ്ഘാടനത്തിനായി തീയതി നിശ്ചയിച്ച് ജനകീയ സമിതി ചേർന്ന് ഒരുക്കങ്ങളും നടത്തിയിരുന്നു. എങ്കിലും ഉദ്ഘാടനം മാറ്റിവെക്കുകയാണുണ്ടായത്. ഭരണകക്ഷിയിലെ CPI, CPM പാർട്ടികൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും ശീതസമരങ്ങളുമാണ് ഓഫീസിന്റെ ഉദ്ഘാടനം വൈകുന്നതിന് കാരണമായതെന്നും പറയപ്പെടുന്നു. മരിയാപുരം, കാമാക്ഷി, വാത്തിക്കുടി പഞ്ചായത്തുകളിലെ 10 വാർഡുകളിൽ നിന്നുള്ള ആളുകൾ നിരന്തരം ആശ്രയിക്കുന്നത് ഉപ്പുതോട് വില്ലേജ് ഓഫീസിനെയാണ്. അടിയന്തരമായി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിൽ ആരംഭിക്കാൻ നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കല്ലിക്കണ്ടി NAM കോളേജിൽ പുതുതായി നിർമ്മിച്ച PA റഹ്മാൻ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. യാത്രയയപ്പ് സമ്മേളനം മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ PDT ആചാരി ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ KK മുഹമ്മദ് കുട്ടി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് മേധാവി ഡോക്ടർ MK മധുസൂദനൻ, ഹിസ്റ്ററി വിഭാഗം തലവൻ ഡോക്ടർ ജോയ് വക്കി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ചടങ്ങിൽ അടിയോട്ടിൽ അഹമ്മദ് അധ്യക്ഷനായി. പോരാടുന്ന എല്ലാ സ്ത്രീകൾക്കും ആശംസകളെന്ന് നടി ഭാവന. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന വേദിയിൽ അപ്രതീക്ഷിത അതിഥിയായാണ് ഭാവന എത്തിയത്. ഹർഷാരവത്തോടെയാണ് ഭാവനയെ സദസ്സ് സ്വീകരിച്ചത്. നമസ്കാരം. 26th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി എന്നെ ഇവിടെ ക്ഷണിച്ച രഞ്ജിത്ത് സാറിനും ബീന ചേച്ചിക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. നല്ല സിനിമകൾ സൃഷ്ടിക്കുന്നവർക്കും നല്ല സിനിമകൾ ആസ്വദിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ലിസയെ പോലെ എല്ലാ ഓഡ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നൽകിയിട്ടുണ്ട്. Thank you, Bhavna, for your inspiring presence here today. തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന പരുന്ത്, 10 അടി നീളമുള്ള ദിനോസർ. ഇടുക്കി മുനിയറ സ്വദേശിയായ രാജേഷിന്റെ വീട്ടിലെ അത്ഭുത കാഴ്ചകളാണ് ഇവയെല്ലാം. കൃഷിയിലെ ഇടവേളകളിലാണ് രാജേഷ് അതിമനോഹരമായ കരകൗശല വസ്തുക്കൾ ഒരുക്കുന്നത്. ഈ വാർത്തയോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈർക്കിലാണ് രാജേഷിന്റെ പ്രധാന അസംസ്കൃത വസ്തു. കൃത്യമായ അളവിൽ ചീകിമിനുക്കിയ ഈർക്കിലുകൾ ഉപയോഗിച്ച് മാസങ്ങളെടുത്താണ് രാജേഷ് ഓരോ ശില്പവും ഒരുക്കുന്നത്. 5 അടി നീളവും 3 അടി ഉയരവുമുള്ള കപ്പലിന്റെ മാതൃകയാണ് ഏറ്റവും പുതിയ ശില്പം. 2 പതിറ്റാണ്ടുകളിലധികമായി ഈർക്കിൽ ശില്പനിർമ്മാണ രംഗത്ത് സജീവമാണ് രാജേഷ്. ഇതൊരു 10-20 വർഷമായി ഞാൻ ഇത് ആരംഭിച്ചിട്ട്. തുടക്കം എന്ന് പറയുന്നത് ഈ ഫെസ്റ്റുകൾക്കൊക്കെ പോയി കണ്ട് അങ്ങനെ ഒരു ഇതിൽ തുടങ്ങിയതായിരുന്നു. ഇത് ഒരു കൗതുകം തോന്നി ചെയ്യാൻ തുടങ്ങിയതാണ്. ആദ്യം ചിരട്ടയിലൊക്കെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഈർക്കിലിയയിലേക്ക് തിരികെയായത്. 10 അടി നീളവും 5 അടി ഉയരവുമുള്ള ദിനോസർ, ഏറുമാടം, ബസ്, ക്ഷേത്രം തുടങ്ങി നിരവധി നിർമ്മിതികൾ രാജേഷ് ഒരുക്കിയിട്ടുണ്ട്. ദിനോസറിന്റെ ശില്പമൊരുക്കാൻ 7 മാസമെടുത്തു. വീടിനകത്തും പുറത്തുമായി കൗതുക കാഴ്ച പകർന്ന നിരവധി ശില്പങ്ങളാണുള്ളത്. കൃഷിയിടത്തിലെ ജോലിക്കിടെ ലഭിക്കുന്ന ഒഴിവു സമയത്താണ് രാജേഷ് ശില്പങ്ങൾ ഒരുക്കുന്നത്. ആദ്യകാലങ്ങളിൽ ആവശ്യമായ ഈർക്കിലുകൾ പുരയിടത്തിലെ തെങ്ങുകളിൽ നിന്നും ലഭിച്ചിരുന്നു. എന്നാൽ രോഗബാധ മൂലം തെങ്ങ് കൃഷി നശിച്ചതോടെ ഈർക്കിൽ വിലയ്ക്ക് വാങ്ങിയാണ് നിലവിൽ കൗതുക വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. ചിരട്ടയിലും തടിയിലുമൊക്കെ രാജേഷ് ശില്പങ്ങൾ ഒരുക്കാറുണ്ട്. ഈർക്കിലുപയോഗിച്ച് 10 അടി നീളമുള്ള മുതലയുടെ ശില്പം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ രാജേഷ്. ന്യൂസ് 18 ഇടുക്കി.